ഈ ഒരു വിളിപ്പേര് കൊണ്ട് നമുക്ക് മലബാറിലെ ഒരു മുസ്ലിമിനെയും കോട്ടയത്തെ ഒരു ക്രിസ്ത്യാനിയെയും വിളിക്കാൻ കഴിയും. അവരെ നമുക്ക് മനുഷ്യരെന്നോ മലയാളി എന്നോ തീർച്ചയായും വിളിക്കാം. ഞാൻ ഉദ്ദേശിച്ച വാക്ക് അതല്ല. കേൾക്കുമ്പോൾ തികച്ചും ലളിതമെന്ന് തോന്നുന്ന ഒരു വാക്കാണിത്. എന്നാൽ ഈ ഒറ്റ വാക്കിന് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കേരളത്തിന്റെ കച്ചവട ചരിത്രമുണ്ട്. നാടിന്റെ അതിഥി സൽക്കാര മനോഭാവത്തിന്റെ കഥയുണ്ട്. വലിയ മതസൗഹാർദ്ദത്തിന്റെ ഉജ്ജ്വലമായ അടയാളപ്പെടുത്തലുകളുണ്ട്. ആ വാക്കാണ് മാപ്പിള. ഇന്ന് മാപ്പിള എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മലബാറിലെ മുസ്ലിം സഹോദരങ്ങളെ കുറിച്ചാണ്. മാപ്പിളപ്പാട്ടും മാപ്പിള ലഹളയും മാപ്പിള സംസ്കാരവുമെല്ലാം മലയാളിയുടെ വർത്തമാനകാല ചിന്തകളിൽ അങ്ങനെ ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ മധ്യ തിരുവിതാംകൂറിലെയും കോട്ടയത്തെയും പഴയ ക്രിസ്ത്യൻ തറവാടുകളിൽ ചെന്നാൽ ഇന്നും പ്രായമായവരെ മാപ്പിള എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ ഈ വാക്ക് തങ്ങളുടേതായി കൊണ്ടു നടക്കുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ഈ മാപ്പിള? അവർ മുസ്ലിങ്ങളാണോ അതോ ക്രിസ്ത്യാനികളാണോ? എന്തുകൊണ്ടാണ് ഒരേ പേര് രണ്ട് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് ഒരുപോലെ ലഭിച്ചത്? ഈ വാക്ക് മലയാളത്തിൻ്റെത് മാത്രമാണോ അതോ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് അതിർത്തി കടന്ന് വന്നതാണോ? ഇത്തരം അനേകം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. ഭാഷാശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും മാപ്പിള എന്ന പദത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രമുഖവും പരക്കെ അംഗീകരിക്കപ്പെട്ടതുമായ ഒരു വാദം മഹാപിള്ള എന്ന സംസ്കൃത തമിഴ് മലയാള സമ്മിശ്ര രൂപത്തിൽ നിന്നാണ് ഈ വാക്കുണ്ടായത് എന്നാണ്. പണ്ട് കാലത്ത് കേരളത്തിന്റെ മനോഹരമായ കടൽ തീരങ്ങളിലേക്ക് കപ്പൽ കയറി വന്ന വിദേശ വ്യാപാരികൾക്ക് ഇവിടുത്തെ രാജാക്കന്മാർ വലിയ പ്രാധാന്യമാണ് നൽകിയിരുന്നത്. കാരണം നാടിന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തിയിരുന്നത് ഈ കച്ചവടക്കാരായിരുന്നു. അറബികളും സിറിയൻ ക്രിസ്ത്യാനികളും പേർഷ്യക്കാരുമൊക്കെ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. നാടിന് വൻ സമ്പത്ത് നേടിത്തരുന്ന ഈ മാന്യന്മാരായ അതിഥികളെ രാജാക്കന്മാരും പ്രജകളും വലിയ ബഹുമാനത്തോടെ കണ്ടു. അങ്ങനെ ബഹുമാന സൂചകമായി അവർക്ക് നൽകിയ പട്ടമായിരുന്നു മഹാപിള്ള. മഹാ എന്നാൽ വലിയവൻ എന്നും പിള്ള എന്നാൽ പ്രമുഖൻ അല്ലെങ്കിൽ മകൻ എന്നുമാണ് അർത്ഥം. കാലക്രമേണ ജനങ്ങളുടെ നാവിൻ തുമ്പിൽ വെച്ച് ഈ മഹാപിള്ള ലോപിച്ച് മാപ്പിളയായി മാറുകയായിരുന്നു. ഇനി മാപ്പിള എന്ന വാക്കിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ പ്രബലമായ വാദം തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. ഈ വാക്ക് തമിഴിൽ നിന്നാണോ വന്നത് എന്ന ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം തമിഴിലും പഴയ മലയാളത്തിലും മാപ്പിളൈ എന്നാൽ മരുമകൻ അല്ലെങ്കിൽ പുതുമണവാളൻ എന്നാണ് അർത്ഥം. തമിഴ്നാട്ടിൽ ഇന്നും മരുമകനെയോ മണവാളനെയോ മാപ്പിളൈ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കേരളത്തിന്റെ പച്ചപ്പിലേക്കും സമൃദ്ധിയിലേക്കും കപ്പലിറങ്ങിയ വിദേശ വ്യാപാരികളിൽ ഭൂരിഭാഗവും പുരുഷന്മാരായിരുന്നു. അവർ തങ്ങളുടെ കച്ചവട ആവശ്യങ്ങൾക്കായി മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഇവിടെ തങ്ങി. നാട്ടുരാജാക്കന്മാരുടെ അനുമതിയോടെ അവർ ഇവിടുത്തെ പ്രാദേശിക സ്ത്രീകളെ വിവാഹം കഴിച്ചു. അങ്ങനെ ഈ നാടിന്റെ മരുമക്കളായി മാറുകയും ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുത്ത വിദേശ വ്യാപാരിയെ നാടിന്റെ മരുമകൻ എന്ന അർത്ഥത്തിൽ ഇവിടുത്തെ ആളുകൾ മാപ്പിളൈ എന്ന് വിളിച്ചു പോന്നു. മലയാളവും തമിഴും ഒരുപോലെ ചേർന്നു നിന്ന അന്നത്തെ ഭാഷാന്തരീക്ഷത്തിൽ ഈ മാപ്പിളൈ പിന്നീട് മലയാളത്തിന്റെ മാപ്പിളയായി പരിണമിച്ചു. സ്വന്തം നാട്ടിലെ പെൺമക്കളെ വിശ്വസിച്ചേൽപ്പിച്ച മാന്യന്മാരായ മരുമക്കൾക്ക് നാട് നൽകിയ സ്നേഹാദരങ്ങളായിരുന്നു ആ പേര്. മാപ്പിള എന്ന പദത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഭാഷാ ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കൗതുകകരമായ വ്യാഖ്യാനമുണ്ട്. അത് മാർഗം പിള്ള എന്ന പ്രയോഗമാണ്. പണ്ടുകാലത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസത്തിലേക്കോ മതത്തിലേക്കോ മാറുന്നതിനെ മാർഗം കൂടുക എന്നാണ് കേരളത്തിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ പുതിയ മാർഗം സ്വീകരിച്ചവർ അഥവാ മാർഗം കൂടിയവർ മാർഗം പിള്ളമാർ എന്നറിയപ്പെട്ടു. ഈ മാർഗം പിള്ള എന്ന പ്രയോഗം വേഗത്തിൽ ഉച്ചരിച്ചപ്പോൾ മാപ്പിള എന്ന് രൂപപ്പെട്ടു എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ചരിത്രകാരനായ ഡോക്ടർ കാനം ശങ്കരപിള്ളയെ പോലുള്ള ചില ഗവേഷകർ ഇതിന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ചരിത്ര പശ്ചാത്തലം നൽകുന്നുണ്ട്. തിരുവിതാംകൂറിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് ഈ വാദം. തമിഴ്നാട്ടിൽ നിന്നും തിരുവിതാംകൂറിലേക്ക് കുടിയേറിയ വീരശൈവ വെള്ളാപ്പിള്ളമാർ അക്കാലത്ത് വലിയൊരു വിഭാഗമായിരുന്നു. ഇവരിൽ പലരും പിന്നീട് ക്രിസ്തു മതത്തിലേക്ക് ആകൃഷ്ടരായി മാർഗം കൂടുകയുണ്ടായി. അങ്ങനെ മാർഗം കൂടിയ ഈ വെള്ളാപ്പിള്ളമാരെയാണ് മാർഗം പിള്ള എന്നും പിന്നീട് അത് ലോപിച്ച് മാപ്പിള എന്നും വിളിച്ചു തുടങ്ങിയത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ ഈ തിരുവിതാംകൂർ കേന്ദ്രീകൃതമായ വാദത്തിന് ചരിത്രകാരന്മാർക്കിടയിൽ വലിയൊരു പ്രതിസന്ധി നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളായ പിള്ളമാരിൽ നിന്നാണ് മാപ്പിള എന്ന വാക്കുണ്ടായതെങ്കിൽ മലബാറിലെ വലിയൊരു വിഭാഗം വരുന്ന മുസ്ലിങ്ങളെ എന്തുകൊണ്ട് മാപ്പിള എന്ന് വിളിച്ചു എന്ന ചോദ്യത്തിന് ഈ വാദം കൃത്യമായ ഉത്തരം നൽകുന്നില്ല. മാത്രമല്ല തിരുവിതാംകൂറിനേക്കാൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ മലബാറിലെ വിദേശ കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട്
മാപ്പിള എന്ന പദം ഉപയോഗത്തിൽ ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ ചരിത്ര രേഖകളുണ്ട്. അതുകൊണ്ട് തന്നെ മഹാപിള്ള അല്ലെങ്കിൽ തമിഴിലെ മരുമകൻ എന്നർത്ഥം വരുന്ന മാപ്പിളൈ എന്ന വാദങ്ങൾക്കാണ് ചരിത്രപരമായ കൂടുതൽ പിന്തുണ ലഭിക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വാക്ക് എങ്ങനെയാണ് പലവിധ സമുദായങ്ങളിലേക്ക് വീതിച്ചു നൽകപ്പെട്ടത് എന്നതാണ്. ചരിത്രത്തിൽ മാപ്പിള എന്നത് ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം പേരായിരുന്നില്ല. പകരം വിദേശത്ത് നിന്ന് വന്നതും ഇവിടെ വേരൂന്നിയതുമായ വ്യത്യസ്ത കച്ചവട സമൂഹങ്ങൾക്ക് നൽകിയ VIP പദവി പോലുള്ള ഒരു പേരായിരുന്നു മാപ്പിള. അതുകൊണ്ട് തന്നെ ചരിത്രരേഖകളിൽ 3 പ്രധാന മാപ്പിളമാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് ജോനക മാപ്പിള. അറബ് നാടുകളിൽ നിന്നും പേർഷ്യയിൽ നിന്നും കടൽ മാർഗം എത്തിയ വ്യാപാരികളിലൂടെ രൂപപ്പെട്ട മുസ്ലിം സമുദായമാണ് ജോനക മാപ്പിളമാർ എന്നറിയപ്പെട്ടത്. യവന എന്ന പുരാതന വാക്ക് ലോപിച്ചാണ് ജോനക അഥവാ ചോനക ആയത് എന്ന് കരുതപ്പെടുന്നു. ഗ്രീക്കുകാരെയും അറബികളെയും പൊതുവിൽ വിളിച്ചിരുന്ന പേരായിരുന്നു അത്. മലബാറിലെ മുസ്ലിങ്ങളെ സൂചിപ്പിക്കാൻ പണ്ട് മുതലേ ഈ വാക്ക് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. രണ്ടാമത്തേതാണ് നസ്രാണി മാപ്പിള. സിറിയയിൽ നിന്നും പശ്ചിമേഷ്യയിൽ നിന്നും എത്തിയ ക്രിസ്ത്യൻ വ്യാപാരികളുടെ അനുയായികളും ഇവിടുത്തെ ക്രിസ്ത്യാനികളുമാണ് നസ്രാണി മാപ്പിളമാർ എന്നറിയപ്പെട്ടത്. നസ്രായനായ, അതായത് നസ്രത്തിൽ ജനിച്ച യേശു ക്രിസ്തുവിന്റെ മാർഗം പിന്തുടരുന്നവർ ആയതിനാലാണ് ഇവർക്ക് നസ്രാണി എന്ന വിശേഷണം കിട്ടിയത്. കോട്ടയം, പത്തനംതിട്ട, തിരുവല്ല തുടങ്ങിയ മധ്യ തിരുവിതാംകൂറിലെ പഴയ തറവാടുകളിൽ ഇന്നും ഈ പേര് വലിയൊരു പാരമ്പര്യ മഹിമയായി സൂക്ഷിച്ചു പോരുന്നുണ്ട്. മൂന്നാമതൊരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു. അവരാണ് ജൂത മാപ്പിള. വിദേശ രാജ്യങ്ങളിൽ നിന്നും അധിനിവേശങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് കേരളത്തിന്റെ തീരങ്ങളിൽ അഭയം പ്രാപിച്ച ജൂതന്മാരെയാണ് ജൂത മാപ്പിളമാർ എന്ന് വിളിച്ചിരുന്നത്. കൊച്ചിയിലെ ജൂത തെരുവും അവരുടെ കച്ചവട പാരമ്പര്യവുമെല്ലാം മലയാളികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ഇത് മാത്രമല്ല, കച്ചവടത്തിന്റെ സ്വഭാവം അനുസരിച്ച് ആളുകൾക്ക് മാപ്പിള പട്ടം ലഭിച്ചിരുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. ഇതാണ് കുതിര മാപ്പിള. വിദേശത്ത് നിന്ന് അറബി കുതിരകളെ കപ്പൽ മാർഗം കേരളത്തിലേക്ക് കൊണ്ടുവന്ന് രാജാക്കന്മാർക്കും നാട്ടുപ്രമാണികൾക്കും വിറ്റിരുന്ന കച്ചവടക്കാരെയാണ് പണ്ട് കുതിര മാപ്പിളമാർ എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ വിദേശത്ത് നിന്ന് വന്ന് ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ പ്രഭാവം ചെലുത്തിയ ഏത് കച്ചവട സംഘവും മലയാളിക്ക് മാപ്പിളമാരായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് എന്തുകൊണ്ടാണ് മലബാറിലെ മുസ്ലിങ്ങളെ മാത്രം നമ്മൾ കൂടുതലായി മാപ്പിള എന്ന് വിളിക്കുന്നത്? അതിനു പിന്നിലും ചരിത്രപരമായ വലിയൊരു പരിണാമമുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെയും കേരളത്തിലെ ഓരോ സമുദായങ്ങളും തങ്ങളുടേതായ സ്വത്തുകളിലേക്ക് കൂടുതൽ ചുരുങ്ങാൻ തുടങ്ങി. ക്രിസ്ത്യാനികൾ മാപ്പിള എന്ന പൊതുപദത്തെക്കാൾ ഉപരി നസ്രാണി എന്നോ സിറിയൻ ക്രിസ്ത്യാനി എന്നോ സ്വയം വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടു. ജൂതന്മാർ തങ്ങളുടെ സാമുദായിക ഐഡന്റിറ്റിയായി ജൂതന്മാർ എന്ന് തന്നെ അറിയപ്പെട്ടു. എന്നാൽ മലബാറിലെ മുസ്ലിം സമുദായം മാപ്പിള എന്ന വാക്കിനെ തങ്ങളുടെ സാംസ്കാരിക അടയാളമായി പൂർണ്ണമായും ഏറ്റെടുത്തു. അവരുടെ പാട്ടുകൾ മാപ്പിള പാട്ടുകളായി, അവരുടെ പോരാട്ടങ്ങൾ മാപ്പിള ലഹളകളായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. അങ്ങനെ കാലക്രമേണ മാപ്പിള എന്ന വാക്ക് മലബാറിലെ മുസ്ലിങ്ങളുടെ മാത്രം വിലാസമായി പൊതുസമൂഹത്തിൽ മാറിത്തീർന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ മാപ്പിള എന്ന വാക്ക് മുസ്ലിങ്ങളുടേതാണോ അതോ ക്രിസ്ത്യാനികളുടേതാണോ എന്ന ചോദ്യത്തിന് ചരിത്രം നൽകുന്ന ഉത്തരം ഇത് രണ്ടുപേരുടേതുമല്ല, എന്നാൽ രണ്ടുപേരുടേതും ആണ് എന്നാണ്. ഇതൊരു മതപരമായ പദമായിരുന്നില്ല, മറിച്ച് കടലുകൾക്കപ്പുറത്തു നിന്ന് സ്നേഹത്തോടെയും കച്ചവട മനോഭാവത്തോടെയും നമ്മുടെ തീരമണിഞ്ഞ അതിഥികൾക്ക് കേരളം നൽകിയ VIP ആദരവായിരുന്നു. ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ വിദേശികളെയും അവരുടെ വ്യത്യസ്തമായ വിശ്വാസങ്ങളെയും ഇത്രമേൽ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒരു മക്കളായി സ്വീകരിച്ച മറ്റൊരു നാട് ഉണ്ടാകില്ല. സാഹോദര്യത്തിന്റെയും സാമ്പത്തിക സഹകരണത്തിന്റെയും ആ പഴയ സൗഹൃദ പാരമ്പര്യമാണ് മാപ്പിള എന്ന കുഞ്ഞു വാക്കിൽ ഇന്നും ഇരമ്പി നിൽക്കുന്നത്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.